ഈശോയുടെ പ്രിയ കൂട്ടുകാരെ, ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതത്തിന് മുൻപ് നമ്മൾ പറുദീസായിലായിരുന്നു. പറുദീസായിലെ മനുഷ്യന്റെ ജീവിതം വളരെ മനോഹരമായിരുന്നു. അവിടെ മനുഷ്യന് എല്ലാ സൃഷ്ടിജാലങ്ങളുടെയും മേൽ അധികാരമുണ്ടായിരുന്നു. അവിടെ അടിപിടിയില്ല, വഴക്കില്ല, ആരും ആരെയും ഉപദ്രവിക്കില്ല. മൃഗങ്ങൾ മനുഷ്യനെ ഒന്നും ചെയ്യില്ല. പാമ്പിന്റെ പൊത്തിൽ കൈയിട്ടാൽ പാമ്പ് മനുഷ്യനെ കടിക്കില്ല. ഇപ്പോൾ മനുഷ്യരെ വിറപ്പിക്കുന്ന കൊമ്പനാനകൾ കുത്താൻ വരില്ല. പകരം മനുഷ്യരെ അവ സംരക്ഷിച്ചിരുന്നു. ദൈവം പറഞ്ഞത് കേട്ടു നിന്നതുകൊണ്ട് പറുദീസായിൽ എല്ലാം ശാന്തമായിരുന്നു. അങ്ങനെ വളരെ ശാന്തവും മനോഹരവുമായി പോകുന്ന സമയത്ത് പറുദീസായിൽ പിശാചു വന്നു. അവൻ ഹവ്വായോട് ചോദിച്ചു, തോട്ടത്തിലെ ഏതെങ്കിലും വൃക്ഷത്തിന്റെ പഴം കഴിക്കരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ? തോട്ടത്തിലെ എല്ലാ പഴങ്ങളും ഞങ്ങൾക്ക് കഴിക്കാം, എന്നാൽ നടുവിൽ നിൽക്കുന്ന നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് മാത്രം പഴം കഴിക്കാൻ പാടില്ല എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. കഷ്ടം, ദൈവം നിങ്ങളെ പറ്റിച്ചതാ. അത് കഴിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. നിങ്ങൾ പേടിക്കേണ്ട, അത് കഴിച്ചോ, കുഴപ്പമില്ല. അങ്ങനെ ദൈവത്തെ അനുസരിക്കാതെ ഇരുന്ന മനുഷ്യനെ ദൈവം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. കെരൂബുകളെ പറുദീസായ്ക്ക് കാവൽ നിർത്തി. ഇന്നും പിശാച് അരുതെന്ന് മാതാപിതാക്കന്മാർ പറഞ്ഞ കാര്യം ചെയ്യാൻ നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. മൊബൈൽ എടുത്ത് കളിക്കരുത് എന്ന് അമ്മ പറഞ്ഞാൽ അതെടുത്ത് കളിക്കാൻ പ്രേരിപ്പിക്കും. അനുസരണക്കേടിലൂടെ പിശാച് നമ്മെ കെണിയിൽ വീഴ്ത്തും, ദൈവത്തിൽ നിന്ന് അകറ്റും. സ്വർഗത്തിൽ ദൈവത്തെ അനുസരിക്കാൻ വിസമ്മതിച്ച പിശാചിനെ മിഖായേൽ മാലാഖ സ്വർഗത്തിൽ നിന്ന് തൂക്കിയെടുത്ത് ഭൂമിയിലേക്ക് എറിഞ്ഞു. അനുസരണക്കേട് കാണിച്ച മനുഷ്യനും ഈ ഭൂമിയിൽ തന്നെയാണുള്ളത്. ആരെല്ലാം ഇനി ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നുവോ അവർക്കാണ് സ്വർഗത്തിൽ പ്രവേശിക്കാൻ അനുവാദമുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ, അനുസരണക്കേട് കാണിച്ച കുട്ടികളെ ടീച്ചർ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. എല്ലാ കുട്ടികളെയും പുറത്താക്കിയ ടീച്ചറിന് ഭയങ്കര സങ്കടം തോന്നി. കുറച്ചു കഴിഞ്ഞപ്പോൾ ടീച്ചർ കൂട്ടത്തിൽ നിന്ന് ഒരു കുട്ടിയെ വിളിച്ച് ഒരു അസൈൻമെന്റ് കൊടുത്തു. ഈ അസൈൻമെന്റ് ചെയ്യുന്നവർക്ക് ക്ലാസ്സിൽ തിരിച്ചു കയറാൻ പറ്റുമെന്ന് നീ എല്ലാവരോടും പറയണം എന്ന് ആ കുട്ടിയോട് പറയുകയും ചെയ്തു. ഇതുപോലെ പാപം ചെയ്ത മനുഷ്യരുടെ ഇടയിൽ നിന്ന് ദൈവം മോശയെ വിളിച്ചു. മോശയ്ക്ക് 2 കൽഫലകങ്ങളിൽ 10 നിയമങ്ങൾ എഴുതി നൽകി. ഈ നിയമങ്ങൾ പാലിച്ചാൽ, അസൈൻമെന്റ്സ് തീർത്താൽ സ്വർഗത്തിൽ കയറാൻ സാധിക്കും എന്ന് എല്ലാ മനുഷ്യരോടും പറയാനും പറഞ്ഞു. പക്ഷെ നമുക്കറിയാലോ, ഇവിടെ തന്നെ പിശാചുമുണ്ട്. അവൻ ഇവിടെ പുതിയ ഗെയിംസ് ഉണ്ടെന്ന് പറയും, റീൽസ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മെ ഈ ഭൂമിയിൽ തന്നെ തളച്ചിടും. മോശയിലൂടെ നൽകിയ നിയമങ്ങൾ കുറച്ച് നല്ല മനുഷ്യർ മാത്രം പാലിക്കാൻ നോക്കി. അനേകര് ഈ നിയമങ്ങളൊന്നും ചെവിക്കൊണ്ടില്ല. ദൈവം പിന്നെയും നമുക്ക് ഓപ്ഷൻസ് തന്നു. ദൈവം തന്നെ മനുഷ്യനായി വന്ന് കൽപ്പന അനുസരിച്ച് എങ്ങനെ കൽപ്പന പാലിക്കണമെന്ന് നമുക്ക് കാണിച്ചു തന്നു. എന്നാൽ ഇവിടെയുള്ള ദുഷ്ടരായ മനുഷ്യർ ഈശോയെ അടിച്ച് ഇടിച്ച് ചവിട്ടിക്കൂട്ടി കൊന്നുകളഞ്ഞു. എന്നാൽ ഈശോയുടെ മരണത്തോടെ തീർന്നില്ല. 3-ാം ദിവസം അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. ഈശോ തന്നെ വചനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒന്നിനെയും ആരെയും പേടിക്കേണ്ട. നിങ്ങളെ കൊന്നാലും ഞാൻ നിങ്ങളെ ഉയർപ്പിക്കും, സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകും. അസൈൻമെന്റ്സ് ചെയ്തു കഴിഞ്ഞാൽ തിരിച്ച് ക്ലാസ്സിൽ കയറാമെന്ന് ടീച്ചർ പറഞ്ഞാലും ചില കുട്ടികൾ ഗ്രൗണ്ടിൽ പോയി കളിച്ചു നടക്കും. ഇതുപോലെ ഈശോ സ്വർഗത്തിലേക്ക് പോയപ്പോൾ ചിലർ ഉഴപ്പാൻ തുടങ്ങി. നമുക്ക് കളിക്കാം, തിന്നാം, പാപം ചെയ്യാം എന്നെല്ലാം പറയാൻ തുടങ്ങി. കൂട്ടുകാരെ, നമ്മൾ അറിയാതെ പാപം ചെയ്താൽ ഉടനെ അനുതപിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ നമുക്കും രക്ഷപ്പെടാൻ സാധിക്കും. വയനാട്ടിലെ ചൂരൽമലയിൽ എല്ലാവരും രാത്രി ഉറങ്ങുന്ന സമയത്താണ് ഉരുൾപൊട്ടിയത്. ആരും ഒന്നും അറിഞ്ഞില്ല. നേരം പുലർന്നപ്പോൾ
2 ഗ്രാമങ്ങൾ തന്നെ ഇല്ലാതായി. നമ്മുടെ പ്രായത്തിലുള്ള എത്രയോ കുട്ടികൾ ആ ദുരന്തത്തിൽ മരിച്ചുപോയി. ഇതുപോലെ പെട്ടെന്നൊരു ദിവസം ഈശോ വരും. എല്ലാവരും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഈശോ വരും. അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ ഒരുങ്ങി ജീവിക്കണം. എല്ലാവരും ഉറങ്ങുമ്പോഴും ദൈവത്തെ അനുസരിച്ച് കഴിഞ്ഞവർ മരിച്ചാലും ഉയർക്കും. അവർക്ക് സൂര്യവസ്ത്രം, നല്ല തൂവെള്ള ഉടുപ്പ് കിട്ടും. അനുസരിക്കാത്തവർക്ക് കരിക്കട്ട പോലെ അവർ ആയിത്തീരും. ഞാൻ നിന്നെ അറിയില്ല, നരകത്തിലേക്ക് പൊക്കോ എന്ന് പറഞ്ഞ് ഈശോ അന്ന് ഗർജിക്കും. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ അനുസരിച്ച് ജീവിക്കണം. ആ ഈശോ വരുന്ന അന്ന് ഭൂമി മുഴുവൻ തകരും. കർത്താവിന്റെ ദിനം കള്ളനെ പോലെ വരും. ആകാശം ഇല്ലാതാകും, ഭൂമി കുലുങ്ങും. വിശുദ്ധ പൗലോസ് ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള തിരുവചനത്തിൽ പറയും: കർത്താവായ യേശു തന്റെ ശക്തരായ ദൂതന്മാരോടുകൂടെ അഗ്നിജ്വാലകളുടെ മധ്യേ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവരോട് പ്രതികാരം ചെയ്യുക എന്നതും യാതനകൾക്കിരയായ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം സമാശ്വാസം നൽകുക എന്നതും ദൈവത്തിന്റെ നീതിയാണ്. അപ്പോൾ അവൻ ദൈവത്തെക്കുറിച്ച് അജ്ഞത പുലർത്തുന്നവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കുമെതിരായി പ്രതികാരം ചെയ്യും. തീജ്വാലകളുടെ മധ്യേ വരുന്ന ഈശോ പാവം ഈശോ അല്ല. ക്ലാസ്സിന് പുറത്ത് നിർത്തിയിരിക്കുന്ന നമ്മൾ നമ്മുടെ അസൈൻമെന്റ്സ് നന്നായി ചെയ്തില്ലെങ്കിൽ ഈശോയുടെ ക്രോധം നമ്മൾ അന്ന് കാണും. സ്വർഗത്തിൽ കയറാൻ വേണ്ടി ഈ ഭൂമിയിൽ നിർത്തിയിരിക്കുന്ന നമ്മൾ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയ്ക്ക് പോകണം, വചനം വായിക്കണം, ദൈവകൽപ്പനകൾ പാലിക്കണം, ജപമാലകൾ ചൊല്ലണം. അല്ലാതെ തിന്നുകുടിച്ച് നടന്നാൽ സ്വർഗത്തിൽ പോകാൻ സാധിക്കില്ല. അനുസരണമുള്ള കുട്ടികൾ എന്നും ഹല്ലേലൂയ പാടി ദൈവത്തെ സ്തുതിക്കും. കൂട്ടുകാർ ചീത്ത കുട്ടികളായി നടന്നാലും എനിക്ക് സ്വർഗത്തിൽ പോകാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവർ വിശുദ്ധരായി ജീവിക്കും. നല്ല കുട്ടികൾ മാതാപിതാക്കന്മാരെ അനുസരിക്കും. ഓൺലൈൻ ഗെയിംസ് ആയ ഫ്രീ ഫയർ, പബ്ജി തുടങ്ങിയ ഗെയിംസ് ഒന്നും അവർ കളിക്കില്ല. അവർ ടിവിയുടെയോ ഫാഷന്റെയോ പിറകെ പോവില്ല. അവര് പ്രാർത്ഥനയുടെ സമയത്ത് നന്നായി പ്രാർത്ഥിക്കും. അവരൊരിക്കലും ചീത്ത വാക്കുകൾ പറയില്ല. മാതാപിതാക്കളെയും അധ്യാപകരെയും അനുസരിക്കും. അവരിൽ അഹങ്കാരവും അത്യാഗ്രഹവും അസൂയയും വെറുപ്പും ഒന്നും ഉണ്ടാകില്ല. കൂട്ടുകാരെ, നമുക്കും സ്വർഗത്തിൽ പോകണം. നമ്മുടെ ജീവിതവും എപ്പോൾ വേണമെങ്കിലും ഇല്ലാതാകും. അതുകൊണ്ട് ഒരുങ്ങി പാപം ചെയ്യാതെ ജീവിക്കണം. ഉരുൾപൊട്ടലിൽ മരിച്ച ഈശോയെ അറിയാതെ മരിച്ചുപോയവർക്കും എല്ലാ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്കു വേണ്ടിയും നമ്മൾ എന്നും പ്രാർത്ഥിക്കണം. അങ്ങനെ ഈശോയുടെ സ്വന്തം മക്കളായി നമ്മൾ ജീവിക്കണം.